നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്കാണ്. ഇവിടെ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ ഏറ്റവും പ്രാചീനമായ ചരിത്രത്തിനെ പറ്റിയാണ്. അപ്പോൾ സുഹൃത്തുക്കൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ ഭാഗം നമ്മുടെ സിലബസിൽ ഇല്ലല്ലോ എന്നുള്ളത്. എന്നാൽ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ നമ്മൾ ഇത് പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ശാസനവും അത് പുറപ്പെടുവിച്ച വ്യക്തികളുടെ പേരും പഠിക്കാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കോഡേയുള്ളൂ. പ്രധാനപ്പെട്ട 9 ശാസനങ്ങളും ആ ശാസനങ്ങൾ പുറപ്പെടുവിച്ച വ്യക്തികളുടെ പേര് നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കോഡ് സുഹൃത്തുക്കൾ നോക്കുക. വാഴയിൽ രാജനും ജൂതനായ ഭാസ്കരനും ചോക്കുകൊണ്ടുള്ള ഗോതയിൽ വെച്ച് വിക്രമന്റെ പാലിൽ മണൽ കലക്കിയത് രവി കണ്ടു. പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. വാഴയിൽ രാജനും ജൂതനായ ഭാസ്കരനും ചോക്കുകൊണ്ടുള്ള ഗോതയിൽ വെച്ച് വിക്രമന്റെ പാലിൽ മണൽ കലക്കിയത് രവി കണ്ടു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഡ്. നമുക്ക് കോഡിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. വാഴയിൽ രാജനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഴയിൽ എന്ന് പറഞ്ഞാൽ വാഴപ്പള്ളി ശാസനമാണ്. രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജശേഖര വർമ്മയാണ്. അവിടെ കിട്ടി നമുക്ക് വാഴയിൽ രാജൻ നമുക്ക് കിട്ടിയാൽ മതി. നമ്മൾ എക്സാം ഹോളിൽ ഉറപ്പായിട്ടും ആൻസറിലേക്ക് എത്തും. വാഴയിൽ രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചതാരാണ്? രാജശേഖരവർമ്മൻ. ജൂതനായ ഭാസ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതശാസനം പുറപ്പെടുവിച്ചത് ഭാസ്കര രവിവർമ്മൻ. ജൂതനായ ഭാസ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതശാസനം പുറപ്പെടുവിച്ചതാരാണ്? ഭാസ്കര രവിവർമ്മൻ. ചോക്ക് കൊണ്ടുള്ള ഗോതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ച വ്യക്തി ആരാണ്? ഗോതയിൽ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഗോദ രവിവർമ്മ. ഡൗട്ടില്ലല്ലോ സുഹൃത്തുക്കൾക്ക്. ചോക്ക് കൊണ്ടുള്ള ഗോതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോക്കൂർ ശാസനം, ഗോതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദ രവിവർമ്മയാണ്. വിക്രമന്റെ പാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലിയം ശാസനം. പാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കൾ ഉദ്ദേശിക്കുന്നത്? പാലിയം ശാസനമാണ്. അതുപോലെ വിക്രമന്റെ പാൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. വിക്രമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രമാദിത്യ വരഗുണൻ. ഡൗട്ട് ഒന്നും വേണ്ട, ഈസിയാണ്. പാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിയം ശാസനം, വിക്രമന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രമാദിത്യ വരഗുണൻ. മണൽ കലക്കിയത് രവി കണ്ടു. ഇതിൽ നമുക്ക് മണലും രവിയും മാത്രം മതി. മണലിക്കര ശാസനം പുറപ്പെടുവിച്ച വ്യക്തി രവി കേരളവർമ്മൻ. സിമ്പിൾ ആണ്. മണൽ കലക്കിയത് രവി കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മണലും രവിയും മാത്രം മതി. നമുക്ക് മണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണലിക്കര ശാസനം പുറപ്പെടുവിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രവിയാണ്. രവി ആരാണ്? രവി കേരള വർമ്മനാണ്. ഒന്നുകൂടി സുഹൃത്തുക്കൾക്ക് പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. വാഴയിൽ രാജനും ജൂതനായ ഭാസ്കരനും ചോക്കുകൊണ്ടുള്ള ഗോതയിൽ വെച്ച് വിക്രമന്റെ പാലിൽ മണൽ കലക്കിയത് രവി കണ്ടു. വാഴയിൽ രാജനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് രാജശേഖരവർമ്മൻ. ജൂതനായ ഭാസ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതശാസനം പുറപ്പെടുവിച്ചത് ഭാസ്കര രവിവർമ്മനാണ്. ചോക്ക് കൊണ്ടുള്ള ഗോതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? ഗോദ രവിവർമ്മയാണ്. വിക്രമന്റെ പാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലെന്ന് പറഞ്ഞാൽ പാലിയം ശാസനം, വിക്രമൻ എന്ന് പറഞ്ഞാൽ വിക്രമാദിത്യ വരഗുണൻ. മണൽ കലക്കിയത് രവി കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണലിക്കര ശാസനം, രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവി കേരളവർമ്മൻ. പ്രധാനപ്പെട്ട 5 ശാസനങ്ങളും അത് പുറപ്പെടുവിച്ച വ്യക്തികളുടെ പേരും നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ രണ്ടാമത്തെ കോഡിലേക്ക് നമുക്ക് പോകാം. തിരുവീരനായ തരി അയ്യ വല്ലവന്റെയും മാമ്പഴം ഹാജർ എടുക്കുന്ന നന്ദനെ കാണിച്ചു. പഠിക്കാൻ ബുദ്ധിമുട്ടല്ലല്ലോ. തിരുവീരനായ തരി അയ്യ, അത് പഠിച്ചു വെക്കുക. തിരുവീരനായ തരി അയ്യ വല്ലവന്റെയും മാമ്പഴം ഹാജർ എടുക്കുന്ന നന്ദനെ കാണിച്ചു. സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന കോഡാണ്. ഒന്നുകൂടി പറയുവാണ്. തിരുവീരനായ തരി അയ്യ വല്ലവന്റെയും മാമ്പഴം ഹാജർ എടുക്കുന്ന നന്ദനെ കാണിച്ചു. തിരുവീരനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുവതി ശാസനം പുറപ്പെടുവിച്ചത് വീരരാമവർമ്മ. മറക്കരുത്, തിരുവീരനായത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുവതി ശാസനം, വീരനായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരവർമ്മനാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് തരി അയ്യ എന്ന് പറയുന്നത്. തരി അയ്യയിൽ തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തരിസാപ്പള്ളി ശാസനമാണ്. അയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയ്യനടികൾ തിരുവടികളാണ്. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച വ്യക്തി ആരാണ്? അയ്യനടികൾ തിരുവടികൾ. തരി അയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരിസാപ്പള്ളി ശാസനം, അയ്യനടികൾ തിരുവടികൾ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 100ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണല്ലേ വല്ലവന്റെയും മാമ്പഴം. വല്ലവന്റെയും മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പള്ളി ശാസനം. മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ച വ്യക്തിയാണ്. വല്ലവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ വല്ലഭൻ കോത. ആരാണ്? വല്ലഭനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ സുഹൃത്തുക്കളെ? ശ്രീ വല്ലഭ കോതയാണ്. ഒന്നുകൂടി
ഒന്നുകൂടി പറയാം. മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പള്ളി ശാസനം. വല്ലവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അത് ശ്രീ വല്ലഭക്കോദയാണ്. ഹാജർ എടുക്കാൻ വന്ന നന്ദനെ, ഇതിൽ ഹാജറും നന്ദനും മാത്രം നമുക്ക് മതി. ഹാജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജൂർ ശാസനം. ഹാജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജൂർ ശാസനം. നന്ദനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുനന്തടക്കൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. നന്ദനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? കരുനന്തടക്കൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. നന്ദനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ്? കരുനന്തടക്കനെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. കരുനന്തടക്കൻ. നന്ദനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുനന്തടക്കൻ. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. തിരുവീരനായ തരി അയ്യ വല്ലവന്റെയും മാമ്പഴം ഹാജർ എടുക്കുന്ന നന്ദനെ കാണിച്ചു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുവാൻ മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ സുഹൃത്തുക്കൾക്ക് എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.